ഹലോ, ഇന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ച ടൈമിലാണ് ഇറങ്ങിയത്. ഒരു 12:30 ടൈമിലാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. മഴയും അതിലുപരി നല്ല ബ്ലോക്കും ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും ഒരു മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ നമ്മൾ ഒപ്പിയൊക്കെ വാങ്ങി ചെന്ന് കൊടുത്തപ്പോഴേക്കും ഡോക്ടർ കേസിന് പോയിരുന്നു. അത് കാരണം വീണ്ടും 1-2 മണിക്കൂറാവും എന്ന് പറഞ്ഞേക്ക് നമ്മൾ ഫുഡ് കഴിക്കാതെ പോയിരുന്നത്. അപ്പോൾ നമ്മളെന്ത് കാറ് പാർക്ക് ചെയ്ത് നിർത്താൽ പിന്നെയും പാർക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു മീൽസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നല്ല അടിപൊളി ചൂടുവെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പുറത്തെ കാഴ്ച കണ്ടിരുന്ന് അപ്പോഴേക്കും പ്ലേറ്റ് വന്നു. പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഫുഡൊക്കെ വന്നേ. പക്ഷെ നമുക്ക് ടെൻഷനിലായിരുന്നു, കാരണം അപ്പോഴേക്കും നമ്മൾ ഡോക്ടർ വരുള്ളൂ. അങ്ങനെ അതാ നമ്മളെ അടിപൊളി നാടൻ ചോറും കറികളൊക്കെ വന്നിട്ടുണ്ട്. നല്ല സാമ്പാറും വറുത്തരച്ച മീൻകറിയും മുളകിട്ട മീൻകറിയും പപ്പടും. പിന്നെ അമ്മ അതിലേക്കൊരു ബീഫ് പെപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിച്ചമ്മന്തി ഇല്ലേ, ഉള്ളിയും പച്ചമുളകും കൂടെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടെ കൂടി അടിപൊളിയായിട്ടൊരു ഊണൊക്കെ കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ബീഫ്. അങ്ങനെ ഫുഡൊക്കെ പ്ലേറ്റൊക്കെ കാലിയാക്കി. അതിൽ നല്ല അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ നമ്മളവിടുന്ന് ഒരു ചോക്കോ ബാർ കഴിച്ച് അതും ഫിനിഷ് ചെയ്ത് വീണ്ടും നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് മൗലാനയിലേക്ക് പോയിട്ടോ. ഓട്ടോ എടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. കാരണം വണ്ടി പാർക്ക് ചെയ്തൊന്നെടുത്താൽ പിന്നീടും അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ പിന്നെയും അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ എത്തിയത്. അങ്ങനെ നമ്മളിതാ ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്നൊക്കെ തന്ന് ഡോക്ടറെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ.